അങ്ങനെ പറഞ്ഞ എന്നിട്ട് അമ്മ ഇപ്പൊ എവിടെ? ആ കാണാം. എവിടെടാ മൈ? ആ 10 മണിക്കാ? എന്ന്? ഇന്നാ? എടാ പോടാ, അവിടെ നിന്ന് 10 മണിക്ക് നടക്കൂല. അത് ഞാൻ ഒരു സ്ഥലം വരെ പോണ്. എടാ എന്താടി? എടാ ഞാൻ വിളിക്കാം ഇല്ലേ? ഇന്നെന്തായാലും നടക്കൂല. എന്ത് വെച്ചേ? ഫോൺ വിളിച്ചിട്ട് കണ്ടില്ലേ നീ? ചേട്ടാ അറിയാവുന്ന ഓട്ടോ വിളിച്ചാ മതി ചേട്ടാ. എന്നാ പിന്നെ 5 പേർ കൂടെ പോവാ. ഇപ്പൊ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വലിയ കാര്യം ഒന്നും തോന്നുന്നില്ല. കാര്യം ഇറങ്ങുന്നില്ലല്ലോ. ടാക്സി വിളിക്കുന്നതിന് മുമ്പേ ഗേറ്റിന്റെ വെളി വന്നിരിക്കണം. വണ്ടി വന്നാച്ചാ? വരും. കേശുടെ ഫോൺ വിളിച്ചോണ്ടിരിക്കല്ലേ, വണ്ടിയുടെ കാര്യം നോക്കാൻ ചേട്ടന് സമയം. கேசு அம்மா வந்து சீக்கிரம் கிளம்பணும்னு சொன்னாங்க. இப்பவே மணி 7:30 ஆச்சு. 8 മണി ആയെന്നും പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ അവിടെ ചെല്ലുമ്പോ ആരും തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ലല്ലോ എന്റെ പൊന്ന് കനകാന്റിയെ. என்னடா கேசு, நிறைய வேலை இருக்கு. இப்ப கிளம்பினா தான் எல்லாமே முடிச்சு திரும்பி வர முடியும். എല്ലാ വേലയും നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നം. എടാ എന്താ യോ എത്ര ദിവസത്തിന്? 1 മാസത്തേനാ? എടാ പക്ഷേ ഇന്ന് നടക്കൂല. നീ ഞാൻ വിളിക്കാം. ആരാട്ടാ വിളിച്ചേ? എന്റെ ഒരു ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? ഒരു ഫ്രണ്ട്. എന്റെ എല്ലാ ഫ്രണ്ട്സിനെ നിനക്കറിയൂ? അല്ല, ചില ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം. പേര് പറ. റെഡി ആയെന്ന് നോക്കുമ്പോ கேசு என்னடா விஷயம்? വിഷയം എന്ന് പറഞ്ഞാല് കൊറേ വിഷയമുണ്ട്. അവരിപ്പൊ റെഡിയായോ അതോ ഇപ്പോഴും അടുക്കള കിടന്ന് തത്തത്തെ കളിക്കുവാണോ? அது മാത്രം പറ. நாங்கெல்லாம் எப்பவோ ரெடி. காலங்கார்த்தால எழுந்திரிச்சு பிரேக்ஃபாஸ்ட் சமைச்சோம், லஞ்ச் சமைச்சோம், எல்லாமே ரெடி. இனி போனா மட்டும் போதும். வண்டி கூப்பிடுறா. ആന്റി അവിടെ ചെന്നിട്ട് പാഴ്സൽ മേടിച്ചാ പോരെ? நிறைய காசாவும் பாரு. எதுக்கு பார்சல் எல்லாம் வேணாம். ഇതെല്ലാം ചുമന്നോണ്ട് പോണ്ടേ ആന്റി? ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കാതെ ഓട്ടോ വിളി. ഓട്ടോക്കാരൻ എടുക്കണല്ലേ? അയ്യോ, എനിക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്യും. വേറെ വണ്ടി അറേഞ്ച് ചെയ്യ. നീ ആത്തോ അവരെ അറേഞ്ച് ചെയ്യപ്പോ. சீக்கிரம் கூப்பிடுறா. கூப்பிடாம் செல்லு. வா பாரு சீக்கிரம். അമ്മൂമ്മ, ഓ വാ പോണ്ടേ. വരുന്നു. ഓ മതി വച്ചേ. അല്ല ഈ കേശു ഇതോടെ പോയിരിക്കുവാ? ഇത് മാത്രമല്ല, വേറെ ബാഗൊന്നുമില്ല. അയ്യോ ഞാൻ എന്റെ ബാഗ് എടുത്തില്ല. ബാഗ് എടുത്തോണ്ട് വരട്ടെ. ആ കണ്ണടയും കൂടെ എടുത്തോ. എന്നിട്ട് പടവലെത്തുമ്പോഴേക്കും പറയാം, അയ്യോ കണ്ണട എടുത്തില്ല, അതെടുത്തില്ല, ഇതെടുത്തില്ലെന്ന് പറയും. എടുക്ക ഇതിനകത്തില എന്റെ കണക്കെഴുതിയ ബുക്കല്ല. പിന്നെ കയ്യിലുള്ള പൈസ മൊത്തം എടുത്തോ. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ലച്ചു അവർക്ക് അത് അയച്ചു കൊടുക്ക്, ലച്ചു ഇവർക്ക് ഈ പൈസ അയച്ചു കൊടുക്ക് എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. എന്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ പറഞ്ഞാലും ആ പറയുന്ന പൈസ എല്ലാം തിരിച്ചു തരാറില്ലയോ? അങ്ങനെ എല്ലാം തന്നിട്ടൊന്നുമില്ല, ചിലതൊക്കെ മിസ്സിംഗ് ആണ്. എവിടാ മിസ്സിംഗ് ആയത്? പറഞ്ഞേ. ഞാനേ അമ്മൂമ്മനെ പോലെ കണക്ക് എഴുതി വെക്കാറില്ല. പാർവതി വരുന്നില്ലേ? വരുന്ന ചേച്ചി. അല്ല ലച്ചു, ജനാർദ്ദനും സീതയൊക്കെ എപ്പോ വരുമെന്ന് പറഞ്ഞു? കല്യാണം കൂടാൻ പോയതല്ലേ. കല്യാണമൊക്കെ കൂടി 2 ദിവസം കസിന്റെ വീട്ടിലൊക്കെ നിന്നിട്ട് വരുള്ളൂ എന്നാ പറഞ്ഞേ.